ഹലോ, എവിടെ പോകുന്നു? എവിടെ പോകുന്നു? ചക്ക പറിക്കുന്നു. ഈ പറഞ്ഞത് കേട്ടിട്ടേ ഉണ്ടാവില്ല. അത് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല മഴ വരുമ്പോൾ ചക്കക്കറിയും നല്ല കട്ടൻ ചായയും കുടിക്കാൻ അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നല്ല മഴയും ചക്കയും ചക്കക്കറി. അമ്മ എത്തിയിട്ടാ. അമ്മ അങ്ങോട്ട് അമ്മയുണ്ട്. അമ്മ അതാ തായലോട്ടെത്തി. നമ്മ ഇപ്പോൾ പോകുന്നതേലും. ഈ കുട്ടിയുടെ കുട കണ്ടോ? ആ കൊട എൻ്റെ കുട ഉണ്ടോ? ആ ഉണ്ടോ? അപ്പം നമുക്ക് ചക്ക പറിച്ചു വരാം. അമ്മ മുമ്പിൽ നടക്കുന്നുണ്ട് ചക്ക പറിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ബാക്കിൽ പോകുന്നുണ്ട്. മുണ്ടിച്ചക്ക, ഇതാണ് നമ്മളെ മുണ്ടിച്ചക്ക. നിങ്ങളെ കൈതച്ചക്ക. നമ്മളെ നാട്ടിൽ മുണ്ടിച്ചക്ക കേട്ടോ. ആ വൈറ്റ് പൂ വരുന്നുണ്ടോ? എത്ര മെല്ലെ വരുന്നുണ്ട്. നീ എന്ത് തന്നെ മെല്ലെ വരുന്നേ? അത് പറയാൻ വേണ്ടിട്ട് തന്നെ കേട്ടോ ഇത് നമ്മളാക്കിയത്. ഒക്കെ ജാർന്നേലും എല്ലാവരും കളിയാക്കില്ലേ കാസർഗോഡ് ഭാഷന്. അതാ ഇതെന്താ പറയുന്നത്? മഴപ്പാറ്റാന്ന് പറയും. അങ്ങനെ പറയുന്നത് മഴപ്പാറ്റാന്നും പറയലുണ്ടായി. ഇങ്ങനെ തെറ്റി പറയുന്നത് കാരണം എന്താ പറയാ, എല്ലാരും പറയില്ലേ ജാറല് ബാരല് അങ്ങനെ പറയലുണ്ടല്ലോ കാസർഗോഡ്. ആ ബാരല് കോരല് അങ്ങനത്തെ ഒരു സംഭവം യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ജാർന്ന് പറയുന്നുണ്ട്. നല്ല തെന്നി മാറുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. നല്ല ജാർന്നുണ്ട് എന്ന്. അങ്ങനെ ഞാനോള് വേണം പറഞ്ഞിട്ട് തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത സാധനമാണത്. നല്ല മഴയല്ല, ഇന്നലെ ഒരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. നമ്മൾ ചക്കര മെറ്റിൻ്റെ അടുത്ത് കെട്ടി ഇന്നാണ് ചക്ക പറിക്കുന്നത്. നല്ല കളർ ഇട്ട ചക്ക. മറ്റേ എന്താ നമ്മളെ അത് പറിച്ചിട്ട് പോവാല്ലേ? ഇത് പറിക്കാം, ഞാൻ പറിക്കാം. അപ്പോൾ രണ്ടാളും ചക്ക പറിക്കുന്നുണ്ട്. വലിയ ആളെപ്പോലെ വെട്ടി പറിക്കുന്നുണ്ട്. അയ്യോ വീണ്, ജസ്റ്റ് ഒന്ന് മുക്കിയതേ ഇല്ല, അപ്പോഴത്തേക്ക് വീണ്. താഴെ പോയില്ല, താഴെ പോയില്ല, താഴെ അടയുണ്ട്. അപ്പോൾ ചക്ക എടുത്തോണ്ട് വരാന്ന് വെച്ച് പോകുന്നില്ലത്. ഓ എടുത്തോണ്ട് ബലി 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 ബാഹുബലി വരുന്നുണ്ട്. ബാഹുബലി ചക്കക്കരി വന്നു റെഡി. ചക്ക എടുത്തോണ്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് ഉറ്റുന്നുണ്ട് സംഭവം പറയാം. അതിനാണ് ബെളിഞ്ഞറെന്ന് പറയുന്നത്. ബെളിഞ്ഞറിന് എന്ത് പറയുന്നത്? ബെളിഞ്ഞറിന് എന്ത് പറയുന്നത്? ബെളിഞ്ഞറിന് പശ. അപ്പോൾ ചക്കയെടുത്ത് ചക്ക റെഡി. വലിയ വെയിറ്റ് ഇല്ല കേട്ടാ, കാണാനുള്ളത് മാത്രമേ ഇല്ല. ചക്ക എടുത്തോണ്ട് പോകുന്നുണ്ട്. വാ, ബാഹുബലിയാണ് ബാഹുബലി. ചക്ക പറിച്ച് ചക്ക എടുത്തോണ്ട് പോകുന്നുണ്ട്. നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കണം. ഇനിയിപ്പോൾ നല്ല ബ്ലാക്ക് ടീയും പിന്നെ ചക്കക്കറിയും. ചക്കനെ മുറിക്കാം, കറി വെക്കാം. റെഡിയാക്കണ്ടേ? ചക്ക മുറിച്ചിട്ട് തോലിട്ട് റെഡിയാക്കാം. അപ്പം നമുക്ക് അങ്ങോട്ട് മുറിക്കാൻ പോവാം. ചക്ക 2 പീസായിട്ടാ. എന്താ വെളിഞ്ഞിട്ട ചക്ക കറി വെക്കാം. അപ്പം നമുക്ക് ഇനി മുറിക്കൽ പരിപാടിയാണ്. മുറിക്കൂ. ഇവിടെ മുറിക്കുന്ന നീ മുറിക്കുന്ന ചക്ക മുറിക്കണം. വേണം മുറിച്ചു തരാം കേട്ടോ. ഇനി ചക്ക മുറിക്കണം. പിന്നെ പൂജക്ക് ഇരുന്നിട്ടുണ്ട് ഒരുത്തി. ഇനി നമുക്ക് ആ പരിപാടിയെല്ലാം കണ്ടിട്ട് കാണാം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ അത് നമ്മൾ സെറ്റ് ആവൂല. ബാക്കിയുള്ള പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്. നമ്മളെ ചക്കര പണിയെല്ലാം റെഡി ആയിട്ടാ. ഇതാ ചക്കച്ചോളയും ചക്കക്കുരുവും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിട്ടു. പിന്നെ ഇത് നമ്മൾ ചക്കച്ചോളാന്ന് പറയും. നിങ്ങൾ എന്ത് പറയുമെന്ന് പറയണോ? ചക്കക്കുരു എന്ന് പറയും. പിന്നെ എന്തെന്ന് പറയുമെന്ന് പറയണം. അല്ല, എല്ലാവരും കളിയാക്കണല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് നമ്മളെ ഇത് പോണ്ടി എന്ന് പറയും. ചമ്മണി അങ്ങനെ പറയും. നിങ്ങൾ എന്ത് പറയുമെന്ന് പറയാനിട്ട്. കറണ്ട് ഉണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെ പാചകം റെഡി ആയിരിക്കുകയാണ്. പാചക കുമാരി പറയൂ, എന്തൊക്കെ ഇട്ടോ? ഉപ്പിട്ടു, വെള്ളം കൂട്ടി. വെള്ളം കൂട്ടിയിട്ട് നമ്മളെ ചക്കക്കറി റെഡിയാണ് ഗൈസ്. റെഡിയാണ് ഗൈസ്, അല്ല റെഡി ആവുന്നുണ്ട് ഗൈസ്. ഒത്തി ചക്കക്കറിക്ക് തേങ്ങയില്ലായിരുന്നെങ്കിൽ തേങ്ങ ഒഴിക്കാൻ പോയിട്ടുണ്ട്. നമ്മളെ നാട് കാണിച്ചു കൊടുക്കാം. കണ്ട
പുഴ കാണുന്നില്ലാന്നേലും മലയും മഴ വരുന്ന അതന്നെ ഇന്ന് മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ. അല്ലേ ഇതാ എത്തിക്കതാ നമുക്ക് ചെരുപ്പ് വെച്ചിട്ട് വെള്ളത്തിൽ കളിക്കാൻ പോകുന്നുണ്ട്. അടിപൊളിയാണ്. 6 മണിയായി, അമ്പലത്തിൽ നിന്ന് പാട്ടേക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ കൊണ്ട് തല പൊട്ടിക്കണം. നമ്മളെ പരിപാടി ചക്കക്ക് എന്താ മുളക് വേണം. മുളക് നമുക്ക് ഈ മുളകിനെ എന്ത് ചെയ്യണം, ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് വെട്ടിതാ തേങ്ങ ചെരിയുന്നുണ്ട്. വെട്ടി തിന്നുന്നുണ്ട് അറിയാം. പാവം ഒന്ന് തിന്നാൻ കിട്ടിട്ടോക്ക് കരിയാമ്പ്. ഇതാ ചക്കക്കറി ആവുന്നുണ്ട് കേട്ടാ. ചക്കക്കറി ആയിട്ട് ഒരു ചായ കുടിക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എത്ര മണിക്ക്? 7:30. ഒരു കോളുണ്ട്, ഒരു കോളിംഗ് ടൈം ഉണ്ട്. ഇതിനെപ്പോഴൊക്കെ ഒരു കോളിംഗ് ടൈമും കൂടി ഉണ്ട് കേട്ടോ. ഇന്നത്തെ ലൈവിൽ തന്നെ കുറെ ആൾ പറഞ്ഞു നിന്റെ മുടി ഭയങ്കര ഡള്ളായിട്ട്. മഴ വരുമ്പോ എനിക്ക് ഫീല. എന്ത് ഫീല്? അയ്യോ ക്രഞ്ച് കുട്ടനെ മിസ്സാണേല് മഴ വരുമ്പോ. എപ്പോഴും കാണുന്ന കുട്ടനെ ഒക്കെ മിസ്സാണ്. രാവിലെ പറഞ്ഞോനോട് പോണ്ട, മഴ വരുന്നുണ്ട്, പണിക്ക് പോണ്ട. അപ്പൊ എന്നോട് പറഞ്ഞറിയോ, ഓ കുട്ടനെ വിളിച്ചല്ലേ മിസ്സാന്ന് പറഞ്ഞത്. നാളെ സൺഡേ ആണ്. നാളെ ഈ മഴ വരാൻ പ്രാർത്ഥിക്കുന്നു. നാളെ ഓനില്ലല്ലോ. നാളെ അല്ല, സൺഡേ അല്ലേ മോൻ ഉണ്ടാവലുണ്ടാവും. എപ്പോഴും ഉണ്ടാവലില്ല. ഇങ്ങനെ ഒരു ബിഗ് ബോസിലൊരു ഇഷ്യൂ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയിരുന്നു. ഇരുന്നിട്ട് ഫുഡാക്കുന്നേ അല്ല ഇഷ്യൂ ഞങ്ങൾ ബിഗ് ബോസിലേക്ക് പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്. കൊല്ലങ്ങളായി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബിഗ് ബോസ് തുടങ്ങാനായി ഗൈസ്. നമ്മള് ബിഗ് ബോസ് ഫാന്. ഞാൻ ബിഗ് ബോസ് ഫാനാട്ടോ. ഞാൻ ഒരു വർഷം ബിഗ് ബോസിൽ കയറും ഉറപ്പായി ഗൈസ്. അങ്ങനെ നമ്മളെ ചക്കക്കറി റെഡി ആയിരിക്കുകയാണ്. ഇതാ ടേസ്റ്റ് നോക്കൂ. ടെസ്റ്റ് ആക്കാം. ഇനി നമ്മ ചക്കക്കറി എന്താ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന കേട്ടോ. പുറത്തുനിന്ന് ആൾക്കാരൊന്നും വിളിക്കുന്നില്ല. മത്തിക്കറി ഉണ്ട് ഇന്ന്. മത്തിക്കറിയും ചക്കക്കറിയും മിക്സ്. എന്താ രസം. കണ്ണാപ്പൻ റെഡിയാണ്. കണ്ണാപ്പൻ ടേസ്റ്റ് നോക്കൂ. ചക്കക്കറിയും നമ്മളെ ഇവിടുത്തെ സ്റ്റൈൽ ഇങ്ങനത്തെ ചക്കക്കറി കേട്ടോ. നിങ്ങളുടെ സ്റ്റൈൽ വേറെങ്കിലും പറയണേ. എനിക്ക് മത്തിക്കറിയും വേണം. സൂപ്പറാ. എനിക്കൊരു ഇഷ്ടം വേണം. ഞാനൊന്ന് കുറച്ച് കഴിക്കട്ടെ. എനിക്കും വേണം. കൊള്ളാം. ഉപ്പ് സെറ്റായിട്ട് അമ്മക്ക് ഉപ്പ് അധികം, നമുക്ക് സെറ്റായിട്ടുണ്ട് ഉപ്പ്. കൊള്ളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചക്കക്കറി തിന്നാന്ന് തോന്നി. മഴ വരുന്നുണ്ടായി. ചക്കക്കറി തിന്നാന്ന് തോന്നി. ചക്ക പറിച്ചു വന്നു. മുറിച്ചിട്ടെല്ലാം റെഡി. ചക്കക്കറി റെഡി. ടേസ്റ്റ് നോക്കിയിട്ട് എല്ലാം. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.